ഹലോ ഗായ്സ്, എല്ലാവർക്കും നമ്മുടെ യോഹൻ ചിത്രസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പൊ നമ്മളിന്ന് കളിക്കാൻ പോകുന്ന ഗെയിം ബസ് സിമുലേറ്റർ ഇന്റർനേഷൻ ആണ് ഗായ്സ്. അതിൻ്റെ ഒരു പാർട്ട് 1 അല്ലായിരുന്നു ഗായ്സ്. അതില്ലേ നമ്മൾ അത് വെറുതെ എന്ന് വെച്ചാൽ അതൊരു എന്താ എല്ലാ ഗെയിമും തുടങ്ങുമ്പോൾ അതിന്റെ ഫ്രണ്ടിലായിട്ട് സ്റ്റാർട്ടർ എന്ന് പറഞ്ഞൊരു ഇത് വരെയുണ്ട്. അതായിരുന്നു അത്. അപ്പൊ ഇതാണ് ബസ് സിമുലേറ്റർ ഇന്റർനേഷയുടെ പാർട്ട് 1. ഓക്കെ ഗായ്സ്, അപ്പോൾ ദേ നമ്മുടെ ബസ് വരും ഇപ്പം. ഓക്കെ, ബസ് വന്നിട്ടുണ്ട്. ദേ ഇവിടെ ഇങ്ങോട്ട് കയറ്റി അങ്ങോട്ട് വണ്ടി ഉണ്ട്. ഇപ്പോൾ ആൾക്കാർ കയറുന്നത് ഇവിടുത്തെ ഫ്രണ്ടിലെ ആൾക്കാർ ഏകദേശം കയറി കഴിയാറായി. ബാക്കിൽ നിന്ന് കുറച്ച് ആൾക്കൂട്ടുക പെട്ടെന്ന് കയറിത്തിരിക്കട്ടോ. പെട്ടെന്ന് കയറ്. എടാ, കുറച്ചു പേർക്ക് ഇപ്പുറം വഴിയും കൂടെ വന്ന് കയറാൻ പാടില്ലേ? ഇപ്പൊ ഗായ്സ് ഇവര് കയറാൻ വേണ്ടി ഒരു വർഷം എടുക്കുമെന്നാ തോന്നുന്നു ഗായ്സ്. ഓക്കെ, ആൾക്കാർ ഇറങ്ങിയിട്ടുണ്ട്. മാപ്പ് കണ്ടിട്ട് മാപ്പ് പറയണ ഈ വഴി. ഇൻഡിക്കേറ്റർ ഒക്കെ ഇട്ടിട്ട് നോക്കിയിട്ട് കത്തിച്ചോട്ട് വേണം. അയ്യോ, വഴി തെറ്റിപ്പോയി. ഇങ്ങനെ ഇട്ടിട്ട് ഇപ്പൊ ഗായ്സ് നമ്മൾ വണ്ടി പറപ്പിച്ച് അങ്ങോട്ട് എടുക്കാം. അയ്യോ, ഇതിലാണ് ഇവര് കളിക്കണം പഴയ സ്ഥലത്ത് തന്നെ. ഇതാണ് എനിക്ക് ഇഷ്ടമല്ലാത്തത്. തുടങ്ങുമ്പോൾ മുഴുവൻ അക്കരെ ഇക്കരെ ഇങ്ങനെ ഓടിച്ചോണ്ടിരിക്കുന്നവര്. നമ്മളിതിലെ പുലിയാണ് ഗൈസ്. ഓക്കെ, ഒരുള്ള വളവാണ് ഗൈസ് വണ്ടി. നമ്മളൊരു ബസ് ഓവർടേക്ക് ചെയ്ത് പോകാനായ നമ്മുടെ ബസ്സിന് ഓവർടേക്ക് ചെയ്യാൻ പോണത്. മിററൊക്കെ നോക്കുമ്പോ കാണാൻ എത്ര കൂടെ ഞാൻ മുങ്ങിപ്പോയത്. ഇതോരാണ് എങ്ങനെ വന്ന് ലൈറ്റ് ഒന്നുമില്ല. അപ്പൊ നമുക്ക് ക്ലച്ചല്ല ഹാൻഡ് ബ്രേക്ക് കണ്ടിട്ടെന്ന് പറയാം. ഓ ഗൈസ്, വണ്ടിയുടെ ബ്രേക്ക് ചെറുത്. പോയിക്കോ ഗൈസ്. കുറച്ച് പിള്ളേർ ഇത് പിന്നെ ഇത് വെച്ചിരിക്കണം. ഓം ടെല്ലോം ടോൺ. അതെന്തുവാണ് ഗൈസ്? നമ്മുടെ ബസ്സിന്റെ ഫാൻസ് ആണെന്ന് തോന്നുന്നു. 1 2 3 4 4 പേരുണ്ട്. ഇടിച്ചിട്ട് പോയാലോ ഈ പിള്ളേരൊക്കെ? എല്ലായിടത്ത് വണ്ടി ഇടിക്കിട്ടിട്ട് പോയാലോ? വേണ്ടേ, പാവം. നമുക്ക് പോവാ. ഇനി ഇവിടെ നമ്മളെ ട്രാഫിക് ഉണ്ടാക്കിയെന്ന് പറയുന്നത് നമ്മളെ പിടിച്ച് ഇടിക്കുന്നു. ഇപ്പൊ ഗായ്സ് വണ്ടിയോ ഗായ്സ്, അപ്പൊ നമുക്കിട്ട് പണി കിട്ടിയിട്ടുണ്ട് ഗായ്സ്. മഴ പെയ്ത് ചെറുതായിട്ട് ഇപ്പൊ ഗായ്സ് കത്തിച്ചങ്ങോട്ട് കയറി പോയാണ് ഗായ്സ്. കത്തിച്ചങ്ങോട്ട് ഇനി ലേബി ഒന്നും ഓടിക്കുന്നത്. ഇത് ഇവിടുന്നൊക്കെയാണ്. പ്രോ ഡ്രൈവർ നമ്മൾ ഇങ്ങനെ കത്തിച്ചങ്ങോട്ട് കത്തിച്ചു പോകും. അയ്യോ, വണ്ടി കറക്റ്റ് റൂട്ടാണ് നമ്മൾ പഠിക്കണം കേട്ടോ. ഫോണൊക്കെ അടിച്ചങ്ങോട്ട് പോകും. ബസ്സിന്റെ ഇന്റീരിയർ എനിക്കുന്നതാണ് കേട്ടോ. ബസ്സിന്റെ ഇന്റീരിയർ ഇട്ട് പോകുമ്പോ ഇല്ലേ, ഇത് ബസ്സാണെന്ന് തോന്നണ.
ഈ ഇന്റർവ്യൂ ഇടുമ്പോ. പക്ഷെ നമ്മള് ക്യാബിനിലല്ലേ ഇരിക്കണം, അപ്പൊ അറിയില്ല കൊമ്പ് മനസ്സിലാത്ത. ഞാനും ഓടിക്കാൻ പഠിച്ചതാ. പിന്നെ മറ്റേ നമ്മൾ ആദ്യം വിട്ട ആ വീഡിയോ ഇല്ലേ, ആ അത് പാർട്ട് 1, ഇത് പാർട്ട് 2 ആണ്. അല്ല, ഏതാ അത് വെറുതെ സ്റ്റാർട്ടിങ് പാർട്ടൊന്നുമല്ല, ഇത് വെറുതെ ഇട്ടു. അതിൽ ഞാൻ കോമഡി ബസ് വന്നിട്ട് वहाँ पे कंफर्म मीटिंग होती है, 10 मिनट में ये लड़का मिलता है। यहाँ अनलिमिटेड वीडियो कॉल कर सकते हो, पूरी तसल्ली के बाद ही मीटिंग करो। फोलो ऐप डाउनलोड കുറച്ച് പണിയായിട്ടുണ്ട് കേട്ടാ, കൊമ്പൊന്ന് മാറ്റണം ഗൈസ് ബസ്സിന്റെ. അതുകൊണ്ടിട്ടാണ് നമ്മളത് എടുക്കാത്ത കേട്ടാ, അല്ലെങ്കിൽ നമ്മളിപ്പോ അത് എടുത്തേനെ ഗൈസ്. അതിനുള്ള ഹിന്ദി ചേട്ടൻ എന്താടാ പറഞ്ഞു, ലേവിപ്പേട്ടോട് ക്ലാസ് ഹിന്ദി. ഇതൊക്കെ കൊള്ളാലോ ഈ സ്ഥലം. എനിക്ക് ഇങ്ങനത്തെ സ്ഥലമൊക്കെ കണ്ടില്ലേ, ബസ്സല്ലേ ഇപ്പൊ അങ്ങോട്ട് പോയാ. എനിക്ക് ഇങ്ങനത്തെ സ്ഥലമൊക്കെ കാണുമ്പോ ബസ് അങ്ങോട്ട് ഇറക്കാണ്. എനിക്ക് ഇഷ്ടപ്പെടുവാ. പുതിയ ബസ്സാണ് കേട്ടാ, എന്നും ഇരിക്കല്. അവിടുത്തെ പോസ്റ്റ് അടിച്ച് ഇതുപോലത്തെ രൂപം ഡ്രൈവറിനാണ് നമുക്ക് പോട്ടാ. നീ എവിടെ വണ്ടി ഓടിക്കണം, സൈഡ് വരാൻ പാടില്ലടാ. അയ്യോ 100% ആണ് വണ്ടി. അവളെ മുതലാളിയിൽ ഞാനല്ലേ ഈ ബസ്സിന്റെ. അയ്യോ ഈ വെള്ളപ്പൊക്കമായി ലേവി. ഇപ്രാവശ്യം വെട്ടിക്കണം, വെട്ടൽ വെട്ടണം. നീ വെട്ടിപ്പോയി കണ്ട, ഇതുവരെ വെട്ടി. അപ്പൊ എനിക്ക് അമ്പാൻ എന്താണ് ഇങ്ങനെ പേടിക്കണം. നമ്മളെ പോലത്തെ പ്രോ ഡ്രൈവേഴ്സിന്റെ ഒന്നും കിട്ടത്തില്ലടാ ഈ ലോകത്ത്. ഇതിൽ ചാവും. കഥകട. അയ്യോ മുജീബേ കഥകട, മുജീബേ കഥകടക്കല്ലേ. ഗായ്സ് ഈ ബസ് ഓടിക്കുന്ന ആള് കുറച്ച് സൈക്കോയാണ് കേട്ടാ, എപ്പോഴും കൊണ്ടത് കുത്തൻ. 99% നിങ്ങളൊരു ചെറിയ ബസ് ഒരു വലിയ ബസ് ഒരു വട്ടമിട്ട് വെച്ചാൽ നിങ്ങൾ എന്ത് ചെയ്യും? അപ്പൊ ഗായ്സ് നമ്മുടെ സ്കൂട്ടറുകാരൻ ഓടിക്കാൻ തന്നെ ഒരു വേ ഫുള്ള് വേണം ഗായ്സ്. അപ്പൊ ഗായ്സ് ഇത് എങ്ങനെയാണ് അവിടെ റെഡ് ലൈറ്റ് അടിച്ചിട്ട് ഗൈസ്, ഗ്രീൻ ലൈറ്റ് ആയി ഗൈസ്. ഇൻഡിക്കേറ്റർ റെഡ് ഐസ്, ഇൻഡിക്കേറ്റർ റെഡ് റെഡ്. മഴക്കൊന്നും പോവാൻ പാടില്ല. കഥകട കണ്ണിയമ്മല്ല മുന്നീറ, നീ പറയരുത് വണ്ടി കുറച്ചതാ. ഇതുപോലെ ഇല്ലേ, ഞാൻ ഓടിച്ചിട്ട് ബസ്സൊന്നും അറിഞ്ഞായിരുന്നു. ആ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടെന്ന് അറിയാലോ കേട്ടാ. അത് മറ്റേ ഹൈവേ മഴ പോയി അതില്ലേ ഗൈസ്, മറ്റേ ഹൈവേ. അത് നമ്മൾ മറ്റേ ഹൈവേ വഴി കയറി അടിച്ച് പോയിക്കൊണ്ടിരുന്നപ്പോഴായിരുന്നു കേട്ടോ. ഇത് ഹൈവേ ആണ് അല്ല, വേറെ നമ്മള് ടോളൊക്കെ കൊടുക്കാൻ 5 രൂപ 700 രൂപയല്ലേ, 200 രൂപ ഇപ്പോഴും എൻ്റെ കയ്യിലുണ്ട്. ഈ ടോളിന് എന്ത് ചെയ്യുമെന്ന് എനിക്കറിയില്ല. ബസ്സുകാരനും നമ്മളും കൂടെ പുള്ളീറിനൊരു പണി കൊടുക്കാം. പുള്ളീറ വഴി മാറുമുന്നേ മുജീബ് അല്ലേ. പിന്നെ വേറെ ഇതിലൂടെ കുട്ടികളി കളിക്കണോ? അവിടെ ട്രാഫിക് ബ്ലോക്ക് ട്രാഫിക് ബ്ലോക്ക് കണ്ടാ ഉടനെ വണ്ടി ഓഫ് ആക്കി വെച്ചാൽ മതി കേട്ടാ. ഗിയർ വലിക്കണം. എന്താടാ 2 കള്ള മുമ്പിൽ വന്നിപ്പോ ഓട്ടക്കട. നമുക്ക് കഴിക്കാനും കൂടെ എന്തെങ്കിലും എവിടെയെങ്കിലും ഒന്ന് കയറണം കഴിച്ചു. അപ്പോഴേ
കളിക്കാനുള്ളൊരു സ്ഥലവും കൂടെ ഞാൻ നോക്കുന്നുണ്ട്, പക്ഷെ നല്ലൊരു സ്ഥലമൊന്നും കാണുന്നില്ല. ഇതിനോട് ഞാൻ നിരന്നു പോണു. അയ്യോ വണ്ടി 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 ഇതടിക്കണോ പഠിക്കുന്നത്? അടിക്കിടുക്കിടുക്ക് അടിച്ചു കഴിഞ്ഞൊന്നും പ്രശ്നമില്ല. ഇവന്മാരൊന്നും മര്യാദക്കിരിക്കണം. നമ്മുടെ പ്രശ്നമായിട്ട് കയറും കേട്ടാ. ഇവിടെ ചെറുതാനും കേട്ടത് അത് ഇൻഡിക്കേറ്റർ കൊടുക്കണം. ഇതൊരു കുഞ്ഞു റോഡാ. ഒരു ട്രാഫിക് പറ്റിയ ഭയങ്കര പണിയാണ്. ഇപ്പോഴെ തന്നെ കുഞ്ഞുറടിച്ചു മുജീബേ, വഴി മാറി മുജീബേ. നീ ഇപ്പോൾ ഇൻഡിക്കേറ്റർ ഇട്ടിട്ടുണ്ടല്ലേ? അത് പിന്നെ ഈ വീഡിയോയുടെ ലൈക്ക് എത്ര കൊടുക്കടാ? 1K ലൈക്ക് ഗൈസ്. 1K ലൈക്ക് നിങ്ങൾ അടിക്കുവാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിന്റെ പാർട്ട് 2 ഇടും ഗൈസ്. അടിച്ചു പൊട്ടിച്ചോ. പാർട്ട് 2, പാർട്ട് 3, പാർട്ട് 4, പാർട്ട് 5 അങ്ങനെ ഇട്ടുണ്ട്. അത് എത്ര വേണ്ടത്? അയ്യോ അയ്യോ പറയും. ബസ്സിന്റെ ഫ്രണ്ട് ആകാട്ട് പോയി സ്റ്റണ്ട് അടിച്ചോളി. സ്റ്റണ്ട് പോയി. അയ്യോ എന്റെ മമ്മ പോയ ഭാഗ്യം. എന്താ വണ്ടി മാറ്റി മുജീബേ. ഞാൻ നേരത്തെ അതിനോട് ഇൻഡിക്കേറ്റർ മാറ്റാൻ പറഞ്ഞില്ലേ? അപ്പൊ നേരത്തെ ലെഫ്റ്റ് ബട്ടൺ ഇൻഡിക്കേറ്റർ ഓണായി കിടക്കരുത്. പിന്നെ മറ്റേ കൊച്ചുപിള്ളേരുടെ ഫോട്ടോയും കൂടി എടുക്കണമായിരുന്നല്ലേ? ഇവിടെ കഴിക്കാനോടെ നിർത്ത്. കഴിക്കാൻ വിട്ടിട്ട് കടയില്ലടാ. അതല്ലേ എനിക്കിപ്പോ ചോദ്യം ചത്തു പോയി വീട്. അന്ന് എനിക്ക് ഓടിക്കാൻ എനിക്ക് അത്ര വിശക്കുന്നില്ല. നീ ഇവിടെ കൂടെ എന്തേലും 95%. അതൊക്കെ മാർക്കറ്റാണ്. വണ്ടിക്ക് ഒരു കുഴപ്പമില്ലടി. ഒരു കുലി നമ്മളിരിക്കണുണ്ടാകും. നമ്മള് വിഷയം ഇൻഡിക്കേറ്ററിനാണ് ഇപ്പോഴും ലേവി കടവല്ലോ ഉണ്ടാകും നോക്കിക്കോണം കേട്ടാ. അതെ ഈ ലോക്കൽ കടയിൽ നിന്ന് നോക്കരുത്. നല്ല ക്ലാസിക് അടിപൊളി വല്ലോ ഒക്കെ നോക്കും. മാർക്കറ്റായ നിന്നെ പിടിച്ചാൽ ഞാൻ അത് മാർക്കറ്റാണ് യോഹാൻ. നിന്നെ എന്തിനാ പോത്താണോ ഇതിന്റെ വിൽക്കാൻ മാർക്കറ്റ്? യൂർഡൊണാൾസ് ഗൈസ്. യൂർഡൊണാൾസ് നമ്മളിവിടെ പണ്ട് യോഹാദിനായിട്ടൊക്കെ പണ്ട് നമുക്ക് യൂട്യൂബ് ചാനൽ ഇരുന്നപ്പോഴൊരു കളിയൊക്കെ ഓർക്കുന്നുണ്ടാടാ? ഞാൻ ഓർക്കുന്നുണ്ട്. വണ്ടി അങ്ങോട്ട് പോവാ. കുറച്ച് ടാസ്ക് കാര്യങ്ങളൊന്നും കേട്ടിയ ഇറങ്ങിയ സീനാക്കണം. അത്രേ ഉള്ളൂ. നമുക്ക് ആൾക്കാരെ ഇറങ്ങാം ഗൈസ്. ആൾക്കാരൊക്കെ ഇറങ്ങി പോയി കേട്ടോ. കാലി ഡോർ തുറന്നില്ലടേ. അപ്പൊ തന്നെ ഇല്ല ഫ്ലാഷിന്റെ മക്കളെ പോലെ ഇറങ്ങി. അത് ഡോറൊക്കെ ഇട്ടിട്ട് ക്യാമറയൊക്കെ കണ്ട് വന്നിട്ട് റിവ്യൂ നോക്കിട്ട്. നീ എന്താ ആൾക്കാരെ കൂട്ടാതെ പോണു? അല്ല വണ്ടിയാണ് അവരോട് പാർക്ക് പാർക്കിംഗ്. ഹോസ്പിറ്റലാണോ ഇത്? ഹോസ്പിറ്റൽ നിന്റെ മണ്ട. ഹോസ്പിറ്റലിലെ സ്ഥലമാണ് ഗൈസ്. അപ്പൊ നമുക്ക് എന്തായാലും ഒന്ന് ചോദിച്ചു നോക്കിട്ടൊക്കെ ബസ് നിർത്തുക. ബസ്സിപ്പോ എന്തായാലും ഇവിടെ തന്നെ പിന്നെ ഇവിടെ എക്സാമ്പിൾ അല്ലല്ല ഗൈസ്. നമ്മൾ മറ്റേ വെറുതെ ഇട്ട സിമുലേറ്ററിന്റെ ബാക്കില്ലേ, അത് കാണാത്തവര് കണ്ടിട്ട് വേണം യോഹൻ ചിത്രം പഠിക്കാം. പിന്നെ വെറുതെ കാണരുത്. വീഡിയോ ലൈക്ക് സബ്സ്ക്രൈബ് ഒക്കെ ചെയ്തിട്ട് നമ്മളതിൽ പറഞ്ഞേക്കുന്ന ചൂട്ടില്ലടാ.
2K അല്ല, അതിനും 1K. അതിന് 1K തന്നില്ലേലും പക്ഷെ നിങ്ങൾ ഇട്ടോ ഗൈസ്, രണ്ടിലും 1K ആകുവാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ പാർട്ട് ഇടും ഗൈസ്. നമ്മുടെ ബിസിനസ് അവിടുത്തെ പടിയാണ് ഗൈസ്. അതാണുള്ള പ്രശ്നം. ചെറു മുമ്പോട്ട് എടുക്കാൻ മതി മതി, ഇവിടെ പാർക്ക് ചെയ്ത് കിടക്കട്ടെ. പോരെ? ഓക്കെ ഓക്കെ മതി. നമുക്ക് ഇറങ്ങാൻ പറ്റൂല. വണ്ടി ചോദിക്കാൻ ബസ് കിടക്കുന്ന കുഴപ്പമുണ്ടോ? റോഡ് ഞാൻ ചോദിച്ചിട്ട് വരാമേ. ചോദിച്ചിട്ട് വരുമ്പോ ഇവിടെ ആൾക്കാരെയൊന്നും കാണുന്നില്ല. ആൾക്കാരുടെ ഉള്ളിലാണ്. അയ്യോ അയ്യോ ചേട്ടാ അയ്യോ ആ ഷെഡിനകത്ത് ചേട്ടാ, ബസ് ഇവിടെ ഇടാവാ. പറ്റിയല്ല, ഹോസ്പിറ്റലാണ്. പറ്റിയല്ല, പോലീസ് കൊണ്ട് ടോർച്ച് ചെയ്ത്. അപ്പൊ ഗൈസ് പോലീസ് ടോർച്ച് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ അവരൊക്കെ അവിടെ KFC കഴിച്ച് അവിടെ ഇല്ലേ സ്ഥലങ്ങളൊക്കെ എടുത്തോ പോയി കഴിക്കാണ്. എടുക്കാൻ ചെയ്യണം കണ്ട ജീവ കഥകളുടെ സ്ഥലം റെഡിയേ. ഇനിയും ഭയങ്കര ഹാർഡാണ്. നമ്മള് വളച്ചെടുത്തോണ്ട് ആൾക്കാരെ കൂട്ടി പിന്നെ അങ്ങോട്ട് പോകണം. വെളിയിലോട്ടങ്ങോട്ട് റെക്കാം. അവിടെ ഇടാൻ പറ്റൂലേ? നമുക്ക് എന്താണ് എടുത്ത് ഒറ്റടിക്ക് വളയോ. അയ്യോ, ഇതിന് ഇടിച്ചിട്ടായിട്ടുണ്ട്. നോക്കതാ ടെസ്റ്റ് ഇടിച്ച് പല്ലിക്കിട്ടല്ല. ഞാൻ അതുപോലെ ഇടിച്ച് പല്ലിക്കിട്ടിട്ടുണ്ടേ. നമ്മുടെ മറ്റേ പഴയ ബസ് ഒരു ലൈഫായിരുന്നു. അത് റിപ്പയർ ചെയ്യാൻ 38 രൂപ പോയി. അതാണ് പറ്റിയ ഹോസ്പിറ്റലിൽ കത്തിക്കില്ല. ഇതൊക്കെ അല്ലടാ ഇവിടെ കിണ്ണങ്കാപ്പ് സ്ഥലം അവിടേക്ക് പോണ കിണ്ണങ്കാപ്പി സ്ഥലം. ഇതിന്റെ ഒടുക്കത്തെ ഗ്രാഫിക്സ് ആണ് അത്. ഇവിടെ കുറയില്ല. നീ ആദ്യം വൈപ്പറൊന്ന് മാറ്റിക്ക്. മഴ പെയ്ത് കഴിഞ്ഞു. പോയി പോയി ഇറങ്ങടാ. ഇറങ്ങാൻ പറ്റും. ഇറങ്ങാൻ പറ്റും. നമുക്ക് കുറച്ച് ഇങ്ങനെ ഇട്ട് നമ്മളെ വളച്ചെടുത്തിട്ട് നമുക്ക് പോകാം. അവിടെ ഓടിപ്പോവാ. എവിടെ എടുത്തോളം ഫുഡ് കഴിക്കുന്നതല്ലോ. ജില്ല റോഡ് ക്രോസ് ഒന്ന് വണ്ടി ഇടിക്കട്ടെ. അവർക്കൊന്ന് നോക്കിയാലോ. നിർത്തിയൊക്കെ തന്നെ നമ്മള് കഴിക്കാനുള്ള ഓർഡറെത്തിയിട്ടുണ്ട്. ഗായ്സൊക്കെ നമ്മൾ ഫൈനൽ കഴിച്ചു കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ കുറച്ച് കിട്ടിയ ഓർഡർ ചെയ്ത റീസ് നമ്മൾ എന്താ 700 രൂപക്കും വെറുതെ റീസ് 500 രൂപക്ക് സാധനം മേടിച്ചു. ബാക്കി 200 രൂപയാണ് വിചാരിച്ചു. അയ്യോ അപ്പോൾ നമ്മുടെ ബസ് എടുക്കാനില്ല. ബസ്സാണ്. നമുക്ക് ബസ്സിൻ്റെ അവിടെ വരെ ഇടാം. നമ്മൾ ബസ്സിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട്. ഇറങ്ങിട്ട് വെച്ചു നീ പിന്നെയും മെഡോണാൾസിൽ കയറിയോ? ഞാൻ കഴിച്ചില്ലടോ. ഞാൻ കഴിച്ചു. ആൾക്കാർ കഴിച്ചു കഴിഞ്ഞിട്ടില്ല. അപ്പൊ എന്ത് ചെയ്യും പറയാ? എടാ അപ്പൊ ഞാനെന്താ കഴിക്കട്ടെ? ഞാൻ കഴിച്ചു. നീ എവിടെ പോയിരിക്കുന്നു? നീ വെളിയിലായിട്ട് നടക്കാൻ പോയാ?
ആ ഞാൻ ചെറുതായിട്ട് നോക്കിയുണ്ട്. അന്നാ പെട്ടെന്ന് ഇറങ്ങട്ടെ, ഒരു 5 മിനിറ്റ് നമ്മൾ ഇറങ്ങി. ബൈ ബൈ. റോഡേലാ ബസ് നിങ്ങളെ ഏടാ പൊട്ടോ കൂട്ടൊന്നും കൂടി ഞാൻ കൂടെ കഴിക്കും. എടാ യോഹ നീയും പോയി കഴിച്ചിട്ട് നിങ്ങളെ കൊണ്ടൊക്കെ ആരാ നോക്കുന്നത്? ബസ്സിനുള്ളിലുള്ള വേസ്റ്റ് ഒക്കെ ഒന്ന് പെറുക്കി കഴിഞ്ഞാണ് ഗൈസ്. അങ്ങനെ നമ്മൾ ബസ്സിൻ്റെ വേസ്റ്റ് ഒക്കെ പെറുക്കി ഇവിടെ ചവിട്ടിട്ട് ഇത് ഇത്രയും വേസ്റ്റ് അല്ല കേട്ടോ. കുറച്ച് കുപ്പിയൊക്കെ കിടക്കട്ടെ, ഇപ്പോഴാണ് ക്ലീൻ ചെയ്യണ്ട. ആ ഗൈസ് ചെടി, ഇത് മറ്റേ മുറിയണ ചെടിയാണ് ഗൈസ്. കണ്ടോ ലേവി നീ കഴിച്ചില്ലേ? വേണ്ട ഒന്നും പറ്റില്ല. ഇങ്ങോട്ട് വന്നേ, ഞാൻ എപ്പത്തും ഇങ്ങനെ കൊണ്ടില്ലേ. എനിക്കൊന്നും വണ്ടി ഓടിക്കണം കക്കാശി തായ നീ അവിടെ ഇൻഡിക്കേറ്റർ അടിച്ച് ചാകട ലേവി കഴിച്ച ആൾക്കാരൊക്കെ കേറി വണ്ടി. സോറി കേട്ടോ ഏട്ടന്മാരെ കേറിയല്ലോ. എടാ ഒരു മുത്തശ്ശൻ കേറാനുണ്ട്. ഡോറ് തുറന്നിട്ടുണ്ട്. ഡോറ് മതിയല്ലോ. പിന്നെ ഇവിടുന്ന് പുറപ്പെട്ടിരിക്കുന്നു. നമ്മളോടാണ് ചേർത്ത് ഇവിടെ ബസ് സൈഡാക്കി കേട്ടോ. ഞാൻ ഇവിടെ എവിടെയെങ്കിലും ബസ് ഒന്ന് സൈഡാക്കി വെക്കുന്നതായിരുന്നു. കയറണമുണ്ട് ഗായ്സ്. ഇവിടെ ഞങ്ങൾക്ക് വളർത്താം. അതില്ലേ എത്ര 49 ലിറ്റർ ഉണ്ടല്ലോ. ബസ്സിനോട് വളർത്തി ഈ വഴിയായിരുന്നു സ്കൂൾ ബസ് കയറി നമ്മൾ പണ്ട്. പെട്രോൾ പമ്പ് ഉണ്ട് അവിടെ. എനിക്ക് പെട്രോളൊന്നും അടിക്കണ്ട. ഇങ്ങോട്ട് വളച്ച അത് എനിക്ക് ബസ് ഓടിക്കാൻ മടിയ. ഞാൻ പോടാ ബുദ്ധിയില്ലാത്തവിടെ ഞാൻ മണ്ണിട്ടപ്പോഴേ ഓടിക്കുന്നത്. വേറെ കൊടുക്കാൻ പോലെ നമ്മൾ റൈറ്റ് നമുക്കിനി ബസ്സിൻ്റെ അങ്ങോട്ട്. ഇപ്പോൾ ഗൈസ് ഇനി നമ്മൾ ലേവിനാണ് കാണാൻ പോണ. ലേവി എന്നെ പോലെ തന്നെ ഇരിക്കും ഗൈസ് കാണുമ്പോൾ. ഗൈസ് നമ്മുടെ ബസ്സിൻ്റെ ഉള്ളൊക്കെ ക്ലീൻ ആക്കിയപ്പോൾ ഇവിടെ സീറ്റ് ഉണ്ട്. ഞാൻ ഇവിടെയാണ് ഇരിക്കുന്നത്. അപ്പോൾ ലേവി അപ്പോൾ നീ വണ്ടി എടുത്തോ. ഏറ്റവും ബാക്ക് സീറ്റ് ആൾക്കാരുണ്ടെന്ന് പറഞ്ഞിട്ട് അവിടെ പോയി ഇതോടെ പോത്തു ബസ് എടുത്തിട്ടുണ്ട്. സൈഡിൽ കൂടെ പോണ എനിക്ക് കിടക്കണ്ട്. ഗൈസ് അപ്പൊ ഇനി നമുക്കിനി കൊറേ ആലോചിക്കുമ്പോ വഴി പറഞ്ഞായിരുന്നേ. ഓക്കെ ഗൈസ് അങ്ങനെ ഞാൻ ഇവിടെ കിടക്കുന്നു. ചവിട്ടാനുള്ള വിലക്കിട്ട് ഞാൻ മിണ്ടായിരിക്കട. മനുഷ്യന് വണ്ടി ഓടിക്കാനൊന്നും പറ്റില്ല. എടാ അയ്യോടാ അതിന്റെ മുമ്പ് വേറെ വണ്ടി പതിയെ ചവിട്ടടിച്ചു. ഇവരെല്ലാം ഇൻഡിക്കേറ്റർ നിർത്തി ഒന്നുകൂടെ മുന്നേറടിച്ചു. കുറച്ചും കൂടെ വണ്ടി നോക്കണോ. ദേ ഇത്രയും കൂടെ കയറും വണ്ടി വണ്ടി ഇടും. ഞാനാണ് കേസ് കൊടുക്കണം. നേരെയല്ലേ വിനി പോണം. ഇവിടെ ലീവ് മാസമായിട്ടൊക്കെ ഇൻഡിക്കേറ്റർ ഇടല്ലേ.
ബന്ധുമണി വഴി കയറി ഗൈസ് അവിടെ എല്ലോ ലേവിക്ക് ജ്യൂസ് കൊടുക്കായിട്ടാണ് ലേവി താടാ ജ്യൂസ് ഒരിടത്ത് താണ മേടിച്ചാണ്. എൻ്റെ കാശ് നീ മേടിച്ചോ. മേടിച്ചൊക്കെ തരാം. ആർക്കെങ്കിലും ജ്യൂസ് വേണോ? എനിക്ക് എനിക്ക് അല്ല വണ്ടിയുള്ള ആൾക്കാരോട് വെച്ചോ. എനിക്ക് വേണം. അപ്പൊ ഞാൻ വണ്ടി സൈഡാക്കി തരാം. ഓക്കെ എല്ലാവർക്കും മേടിച്ചു തരാം. ഞാൻ വണ്ടി സൈഡാക്കും ഒരു കടയില്. ഓക്കെ ചേട്ടന്മാരെ, അപ്പൊ ലേവി ഡ്രൈവർ മാറിയിട്ടുണ്ട്. അപ്പൊ ലേവി വണ്ടി കുറച്ച് തരും. നിങ്ങളപ്പോൾ അവിടെ പോയി സാധനം മേടിക്കുക, വണ്ടിയിലോട്ട് കയറുക, പുറപ്പെടുക. അത് തന്നെ. പിന്നെ ഒരു കാര്യം, എല്ലാവരും പിടിച്ചിരിക്കണം. നമ്മൾ 120-ലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ലേവി ഒരു കട കണ്ടുപിടിക്കണ പെട്ടെന്ന്. ഒരു തട്ടുകടയിലും കുഴപ്പമില്ല. ഓക്കെ ഞാനാദ്യം വണ്ടി തപ്പട്ടോ. എന്നാലും ചീത്തക്കടയിൽ നിന്ന് പിടിക്കല്ലോ. ഒരു നല്ലോണം പിടിച്ചു. എന്താ ഇങ്ങോട്ടോ? ഇവിടെ വല്ല കട ഉണ്ടായിക്കോ? ഇവിടെ എന്ത് കട? ഇത് മരത്തടിയാണെന്ന്. അല്ല, നേരത്തെ കട വല്ല മരത്തടി. ഓടാ അവിടുന്ന് വെറുതെ എന്നെ കൊണ്ട് അങ്ങോട്ട് കേട്ടിപ്പിച്ചു. പിന്നെ ആരും വേറെ എങ്ങോട്ടും പോയി കേട്ടോ. ലേവി, ഞാൻ ഇവിടെ കിടപ്പുണ്ട്. ഇതേ പൈസ ഞാൻ ആ ചേട്ടൻ്റെ കൊടുത്തിട്ടുണ്ട്. പൈസ 300 രൂപയുണ്ട്. എടാ 100 നിനക്ക്, 100 എനിക്ക്, 100 യോഹന് കേട്ടല്ല. എനിക്ക് വയ്യടാ, ഞാൻ ഇവിടെ കിടക്ക്. എടാ ആരും ഇറങ്ങല്ലേ, മഴയാണ് നല്ലേ. ആരും ഇറങ്ങരുത്. ലൈറ്റൊക്കെ ഇട്ട് വിടാല്ലേ. ആ മഴ കുറഞ്ഞിട്ടൊക്കെ എല്ലാവരും പെട്ടെന്ന് പോയി സാധനം മേടിച്ചു. ഡോറൊന്ന് പതിച്ചു. അതിന്റെ ഓക്കെ കൂടെ മേടിക്കണേ. മേടിക്കാൻ കൂടെ തലവണിയിലായിട്ടിട്ടിരിക്കണം. നല്ല തണുപ്പുണ്ടാ. എന്താണല്ലേ ഇങ്ങോട്ട് വന്നേട്ടാ. ഇവിടെ പോപ്കോൺ ഉണ്ട്, വേണോ? ആ ഒരു പോപ്കോൺ മേടിച്ചോ. എന്തൊക്കെ ജ്യൂസ് ഉണ്ടോ അവിടെ ചേട്ടാ? 2 പോപ്കോൺ, 3 ജ്യൂസ്. എന്ത് ജ്യൂസൊക്കെ ഉള്ള? ഓനെ മാംഗോ ജ്യൂസ്, ആപ്പിൾ ജ്യൂസ്, എന്താ പൈനാപ്പിൾ ജ്യൂസ്. ഏത് വേണം? വാട്ടർമെലൺ ഉണ്ടോ ചേട്ടാ? ആ വാട്ടർമെലൺ ഉണ്ടോ? സ്ട്രോബെറി ഉണ്ട്. അപ്പൊ എനിക്കൊരു വാട്ടർമെലൺ. എനിക്കൊരു വാട്ടർമെലൺ. എനിക്കൊരു സ്ട്രോബെറി കേട്ടോ. എനിക്കൊരു മാംഗോ ജ്യൂസ്. ചെറിയൊരു പ്രശ്നമുണ്ട്, ചെറിയൊരു പുളിയുണ്ട്. അന്നാ ചേട്ടാ എനിക്ക് വാട്ടർമെലൺ മേടിക്കണത്. എനിക്ക് മാംഗോ ജ്യൂസ് കേട്ടോ. എനിക്കൊരു മാംഗോ ജ്യൂസ്. ഒരു ചേട്ടാ, അപ്പൊ ഒരു മാംഗോ ജ്യൂസും അല്ല, ഒരു മാംഗോ ജ്യൂസ് അല്ലല്ല, 2 മാംഗോ ജ്യൂസും, 2 പോപ്കോണും, ഒരു ലൈസും, പച്ച ലൈസ് 50, പിന്നെ ഒരു വാട്ടർമെലൺ എടുത്തോ. എത്രയായി? 150. 200. ഞാൻ കൊടുക്കണോ കേട്ടാ? എടാ മോനെ, അയ്യോ ഒരു മിനിറ്റ് ഞാനൊന്ന് കൂട്ടി നോക്കട്ടെ കേട്ടാ. ഒരു ജ്യൂസിന് 50 അപ്പൊ 2 മാംഗോ കൂട്ടുമ്പോ 100. പിന്നെ ഒരു ജ്യൂസും കൂടെ അല്ലേ, അപ്പൊ 150. പിന്നെ ഒരു 50 ലൈസ് അല്ലേ, അതിന് 150, 200. പിന്നെ എന്താ പോപ്കോൺ, അതിന് 20. അപ്പൊ എന്താ 40, 240. അപ്പൊ മോനെ, അപ്പൊ 240 ആവും. ഓക്കെ കേട്ടോ. ഓക്കെ. എന്താണല്ലേ ഇവിടെ കൈകുട്ടി നിൽക്കണ മാത്രമല്ലേ ഉള്ളൂ. ജ്യൂസൊക്കെ മേടിച്ചോളൂ. ചേട്ടാ ചേട്ടാ. ആ ഓക്കെ, താങ്ക് യു. ബാക്കിലോട്ട് കാണാൻ അല്ലേ ഫ്രണ്ടിലോട്ട് വരാൻ. എല്ലാവർക്കും കിട്ടിയല്ലോ. കുറെ ആൾക്കാരൊക്കെ കേറിയിട്ടില്ല, 2 പേര് കേറാറുണ്ട്. ഓക്കെ. ഇപ്പൊ
ഇപ്പൊ കയറി പോകുന്നത് നീ എടുത്തു എല്ലാരും കയറിയില്ല. ഓക്കെ ഇടറ മോളാണ് ഇപ്പൊ എല്ലാം തന്നാണ്. നീ വണ്ടി എടുത്താൽ മതി. ഫോർച്യൂണർ വരെ കിടപ്പുണ്ട്. ആ എടുത്തെടുത്ത് വളച്ച് ആരുടെ നെയിം വെട്ടിച്ചു പോണം ഓണിച്ചു കയറല്ലോ. ഈ വഴിയാണ് ലേവിയുള്ള ഇടി മുഴുവൻ. എടാ ലേവി ഈ വഴിത്തിനൊക്കെ ശരിയാവൂല ഞാൻ പറയാനുണ്ട്. പാലൊക്കെയാണ് കാണുന്നത്. പതിയെ സാരമില്ല പതുക്കെ. എടാ 100 കയറുണ്ട്. നീ ഇങ്ങനെ പതുക്കെ ഞാൻ ബാക്കി പോച്ചു അല്ലെങ്കിൽ ഞാനിപ്പോ കയറി പോകേണ്ടതാണ്. എടാ ഞാൻ എടുക്കട്ടെ വണ്ടി. വേണ്ട വേണ്ട ഞാൻ എടുക്കട്ടെ വണ്ടി. വേണ്ട ഞാൻ കുറച്ച് വരുമ്പോ എടുക്കുന്നുണ്ട്. യോഹന് കുറച്ചൊരു ഹൈവേ എത്തുമ്പോ കൊടുക്കണം കേട്ടോ. വലിയൊരു ഹൈവേ ഏത് റോഡായാലും എനിക്കൊരു കുഴപ്പമില്ല. അല്ലെ ഹൈ റേഞ്ച് ഉണ്ട് കേട്ടോ. ഹൈ റേഞ്ച് പിടിക്കണ്ടേന്ന് ആലോചിച്ചോണ്ടിരിക്കും. വണ്ടി ഞാനും എടുക്കണത് കണ്ടോ നേക്കാ വാ പൊളിച്ചിരിക്കുന്നു. പതിയൊന്ന് ബ്ലിങ്കിട്ട് പതിയൊന്ന് ബ്ലിങ്ക് ഇല്ലല്ലോ. നിങ്ങളുടെ കയ്യിൽ 1 രൂപയുണ്ടോ? പിന്നെന്തിനാണ് ഇനിയും സിംഗിൾ ആയിരിക്കുന്നത്? നമ്മുടെ വൈബിലി ആപ്പില് 1 രൂപയ്ക്ക് സ്പെഷ്യൽ കണക്ഷൻസ് ഉണ്ടാക്കും. Hello. These days, you don't really need those costly chatting apps. With Desi Hub, video calls are free from 10 p.m. ഞങ്ങളിവിടെ ബസ് ഓടിച്ചോണ്ടിരിക്കുമ്പോ പരസ്യം കൊണ്ടുവന്നില്ല. ഓടിച്ചിട്ട് അടിച്ചാലോ? നീ പോയി ഓടിച്ചിട്ട് പോ. ഞാൻ എനിക്ക് എടാ വിശക്കണുണ്ടാവും കുറെ നേരം പോയി. നീ ഒരു കാര്യം ചെയ്യ്. നീ ഇവിടെ ഇറങ്ങി വല്ലയിടത്തും കഴിച്ചിട്ട് വാ. ഞങ്ങള് പോയിട്ട് വരാം. പോടാ അവിടെ എന്നിട്ട് ഇവിടെ വല്ല റോഡിന്റെ സൈഡിൽ കിടന്നുറങ്ങ്. ഞങ്ങളിപ്പോ പോയിട്ടൊക്കെ വരാം. ഒന്ന് പോടാ. അപ്പുറത്തെ സൈഡിലൊരു ബിയറിന്റെ കട ഉണ്ട്. ചവിട്ടി ആർക്കാലും ബിയർ വേണോ? എനിക്ക് വേണം. യോഹൻ എടാ മോനെ എനിക്കൊരു 2 കിട്ടിയിരുന്നേ കൊള്ളായിരുന്നു. ദേവി അങ്ങോട്ട് ക്രോസ് വണ്ടി സൈഡാക്കി ഇച്ചിരി മുമ്പോട്ട് എടുത്തിട്ടല്ലേ അല്ലെങ്കിൽ അടുത്ത വളവിൽ അങ്ങോട്ട് പോകാം. ഓക്കെ എന്നിട്ട് അവിടെ എടുക്കണം. ഗൈസ് നമ്മളെ ഒറ്റടിക്ക് വളച്ചെടുക്കും. നമ്മളോ ഞാനല്ലടാ വളക്കണം. ഒറ്റടിക്ക് വളച്ചെടുക്കും. അത് ഞാൻ ഇൻഡിക്കേറ്റർ പരാജയം. ഇവിടെ പാർക്കിങ് അവിടെ പാർക്ക്. ഇതെന്താ ഇവിടെ ഇവിടെ ബിയർ ഇല്ല. ചിലപ്പോ അടിച്ചങ്ങോട്ട് പൊളിച്ചോ. ഇവിടെ അങ്ങോട്ട് ഇവിടെ കടക്കുന്നത്. വണ്ടി അങ്ങോട്ട് ഞാനങ്ങോട്ട് ഓഫാക്കി ഞാൻ ഇറങ്ങി. ലേവി വണ്ടിയെ ചെളിയുണ്ടോടാ? ഓണെന്നാ തോന്നണം. കഴിക്കാൻ ചെറുതായിട്ടുണ്ടോ? ചെറുതായിട്ട് നല്ല പോലെ ഉണ്ടല്ലോടാ. ഞാൻ കുറിച്ചിട്ടേക്കണം. ആ ശരിയാണല്ലോ. എന്നെ കാണാൻ പറ്റണ്ട. തിരി കാണാൻ പറ്റുന്നു. ഗായ്സ് നിങ്ങൾക്ക് പക്ഷെ കാണാൻ പറ്റത്തില്ല. ലേടാ ഞാൻ ഇപ്പുറത്തെ സൈഡിലോ. അതിപ്പോ ഇപ്പുറത്തെ സൈഡിൽ വന്നു. നീ അപ്പുറത്തെ സൈഡിൽ വന്നാ എന്നാ ഞാൻ അവിടെ വരാം. നീ എന്താണ് മാറി വരി കളിക്കണം. ഞാൻ എന്നാ ഇപ്പുറത്ത് വരാം. ഓക്കെ ഞാൻ ഇവിടെ വരാം. ദേഷ്യം പിടിക്കരുത്. എടാ മണ്ട ക്ലാസ്സിലെടാ. ഇവിടെ ഇത് വെച്ചിരിക്കണ്ട. അടിച്ചു വെച്ചിരിക്കല്ലേ. അതുകൊണ്ട് ഞങ്ങളെ കാണാൻ പറ്റില്ല. പക്ഷെ എനിക്ക് നിന്നെ നന്നായിട്ട് കാണാൻ പറ്റില്ല. എടാ ചാടാടാ. എടാ ലേവി അതുമ്മ അടുത്ത് ചാടിക്കറി ചവിട്ടി. എടാ അവിടെ ഇരിക്കണ ആ സാധനം കണ്ട ഒരു ബോക്സ് പോലത്തെ. നിക്ക് അത് കണ്ട. എടാ എവിടെ പോണ്? ആ സാധനം കണ്ട. അതുമായിട്ട് ചവിട്ടിക്കഴ പൊട്ടിപ്പോവും. പിന്നെ നല്ല പൈസ പോകും. ശരിയങ്ങടല്ല. നിങ്ങളെ വാഴത്തണ്ട് വെട്ടിയിട്ടിരിക്കണ നോക്കിയിരിക്കണ. ഡാൻസ് കളിക്കണ. ഇവരെപ്പോഴും ഡാൻസ് കളിച്ചോണ്ടിരിക്കണ. മതി നിക്കടാ. നീ പോയി കഴിച്ചിട്ട് വേടാ. എടാ എനിക്ക് ഒന്നും കഴിക്കാൻ വേണ്ട. ഞാൻ വരാം. എടാ ഞാൻ ഇറങ്ങാൻ പോയിടാ. ഡോറും തുറന്നു തന്നെടാ.
ഡോറോ അയ്യോ മഴ പെയ്ത് നീ വേഗം ഓടിക്കറിക്കോ കേട്ടോ. അത് കുഴപ്പമൊന്നുമില്ല. എടാ അടക്കല്ലേ യോഹ പെട്ടെന്ന് വാടാ. ഇറങ്ങി അടച്ചോ അടക്കടാ ലേവി. അടച്ചടച്ച് നീ ഞങ്ങളുടെ ഒരു നല്ല മഴയല്ലേ. ഞാൻ എത്തി. എടാ ഞാൻ അവിടെ ഉണ്ട്, നീ അങ്ങോട്ട് ഒരിടത്തും പോയേ. എടാ അവിടെ ബിയറിന്റെ കടയുണ്ടോ, നമുക്കൊന്ന് ബിയറിലോട്ട് കൊണ്ട് പോയാലോ. എടാ നീ ആ ബസ് കൊണ്ടേയില്ലേ, ആ മറ്റേ ബസ് പാർക്ക് ചെയ്യുന്ന സ്ഥലത്തിടല്ലേ മഴ വീണ് ബസ് ആൾക്കാരൊക്കെ കേറിയടാ. എടാ ലേവി ഇനിയിപ്പോ നിർത്തിയൊന്നും വേണ്ട, ഡോറ് നീ ഞാൻ തുറന്നിരുന്നു, ആൾക്കാരൊക്കെ ദേ കേറിയോ. നീ ഡോറടിച്ച് വണ്ടി എടുത്തു. ഒക്കെ വണ്ടി എടുത്ത് എടാ ലേവി ഞാനാണ് വണ്ടി ഓടിക്കണ. എനിക്ക് കാണുന്നുണ്ട്. ഞാൻ പ്രോ ഡ്രൈവറാണ്, വെറുതെ ഒന്ന് വൈപ്പർ ചെയ്ത് പറ്റിട്ട് നമ്മള് വിഷയമല്ലേ. മാപ്പ് ഇവിടെയാണല്ലോ. ആണ് ന്യൂട്ടനുണ്ടോ ഇവിടെ എവിടെയെങ്കിലും? എന്തിനാ നല്ല വഴക്കുണ്ടോ അങ്ങോട്ട്? വേണ്ട, ഞാൻ ഇങ്ങോട്ട് പോകില്ല. ഇവിടെ ഇപ്പൊ മറ്റേ നാട്ടിലോട് ഇല്ല. ഈ സൈഡിൽ വല്ലതും വരുമോ മറ്റേ ബിയറിന്റെ ഒക്കെ ചിലപ്പോ. എടാ മോനെ ഒരു ബിയർ എനിക്ക് വേണമടാ. എന്താ എന്തോടാ അറിയലടാ. ഉണ്ടോ? വഴി തെറ്റിപ്പോയോ. ശരിയോ വഴിതെറ്റിപ്പോയെന്നാ തോന്നണ കേട്ടോ. ഞാൻ കുറച്ച് ബിയർ ആ ബെസ്റ്റ്. ഞാൻ കുടിച്ചിട്ടുണ്ടോ? എനിക്കൊന്നും വണ്ടിയൊന്നും കയറണില്ല. നമുക്കൊന്നാ ഈ വീഡിയോ നിർത്തിയതാ. മറ്റേ നമ്മുടെ വണ്ടിക്ക് ഫോട്ടോ എടുക്കാനാണ് പിള്ളേരൊന്നും മുമ്പിൽ. പിള്ളേരിന് ആ പിള്ളേര് ഭയങ്കര പാവായിരുന്നു, വണ്ടിയൊക്കെ കയറ്റിക്കൊണ്ട് പോയിരുന്നില്ലേ അല്ലേടാ? കേറ്റിയ പൊട്ടീന്ന് ഈ ഷഡിത്തലേന്നത് ശ്രദ്ധിക്കല്. നീ അങ്ങോട്ട് വണ്ടി ഷഡിത്തലേ വെറുതെ പറയാം. സൈക്കോളജി ഇത് കളസിന്റെ പോളാ. ഇത് ഏതാണ് കുഞ്ഞിക്കാർ കുഞ്ഞു വണ്ടിക്കാർ ഇതേ വന്നെടുത്ത് ഇതേ കഥ കടക്കരുത്, നമ്മളങ്ങോട്ട് ഒടിക്കല് പൊളി. ബസ്സിന്റെ ഇവിടത്തെ ഒരു ബട്ട് സാധനമുണ്ട്, അതിന് ലൈറ്റ് വെക്കുന്നുണ്ട്. പിന്നെ നീ പറയോടാ നമ്മളെ പിടിക്കാൻ കൊടുത്തില്ല. ലീഡർ എന്ന് പറയുമ്പോൾ വഴിയുണ്ട്. ഇപ്പോഴെല്ലാം മനസ്സിലായോ നമ്മള് ചവിട്ടി ഇവിടെ ഇവിടെ ലേവിക്ക് വഴി വെച്ചിട്ടതാണ്. ഇവിടെ നമ്മൾ ചവിട്ടിയ ലേവിക്ക് വഴി വെച്ചത്. ലേവി നീ അടിച്ചിട്ടില്ലേടാ? അടിച്ചാടാ? നോക്ക് എന്താ ചെറുതായിട്ട് റിമോട്ട് ഉണ്ട്. ബ്ലോക്കറിലേക്കാണ് ബസ്സിന് ഇവിടെ നടന്നു നടന്നു പൊട്ടി പിടിച്ചല്ലേ.
ഓടിക്കറിയാത്തവന്മാർ. ഗൈസ് ഞാൻ ഇനി കുറച്ചും കൂടി ഓടിക്കട്ടെ. പിന്നെ യോഹനായിരുന്നു കുറച്ച് കോംപ്ലിക്കേറ്റ് ചെയ്യാലോ. ഈ വഴിയൊക്കെ കാണിക്കുന്നതിനോട് ഇവിടെ വല്ലയിടത്തും ആൾക്കാർ ഇറക്കാനായി. ഗൈസ് അപ്പൊ ആൾക്കാർ ഇറക്കിക്കഴിഞ്ഞ് നമ്മുടെ വീഡിയോ നിർത്തും കേട്ടോ. പിന്നെ ഈ സ്ഥലം കൊള്ളാല്ലേ. ഇങ്ങനെ ഇങ്ങനെ ഒരു അങ്ങോട്ട് ഒട്ടിച്ചു കഴിഞ്ഞാൽ ബസ് അവിടെ എന്തായാലും അതന്നെ ആൾക്കാരെ ഇറക്കാൻ വണ്ടി നമ്മളൊക്കെ ഇറക്കിയില്ല. ഇവിടെ അടിപൊളിയായിരുന്നു ബസ് ഡ്രൈവറൊക്കെ കേട്ടോ. താങ്ക് യു. ഞാനും ഓടിച്ചായിരുന്നു തോബി. കൊള്ളാം. ഞാനും ഓടിച്ചായിരുന്നു. ആൾക്കാരെ ഇറക്കാൻ സ്ഥലത്തുമ്പോഴാണ് അതിൽ കയറിട്ട് മുന്നേ ഉണ്ടായിരുന്നു. ആൾക്കാരൊക്കെ ഇറങ്ങുന്ന കാശ് അത് വിഷയാവേ. ഇപ്പൊ ഇത് പതിയാറാം. പിന്നെ വേണ്ട 22 സ്ഥലം എത്തുമ്പോഴും ഡേറ്റ് ഓഫ് ബർത്ത് നമ്മളെ വെറും നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് മാത്രം. ഈ സൗണ്ട് എനിക്ക് തലവേദന. എനിക്ക് ഈ സൗണ്ട് കേൾക്കുമ്പോൾ തലവേദന എടുക്കൂല. അതുകൊണ്ടാണ് സൗണ്ട് കുറച്ചിട്ട്. അയ്യോ ഈ ചേച്ചി പറയണമെന്ന് ഞങ്ങൾ കേൾക്കില്ല. ചേച്ചിയോട് ആരാണ് ഇപ്പൊ റീൽസ് ഒക്കെ ഇടാൻ പറയുന്നത്. പക്ഷെ രാവിലെയാണ് ഈ വീഡിയോ ഇടണത് ഗൈസ്. നിങ്ങളത് നോക്കണം കേട്ടോ. അരമണിക്കൂറല്ല 1 മണിക്കൂർ. ഞാൻ റോബ്ലോക്സ് വീഡിയോ ഇടുന്നതായിരിക്കും. യോഹൻ ഇന്നൊരു റോബോട്ട്. ഗൈസ് നമ്മളിന്ന് യോഹാച്ചിനൊരു ഗിഫ്റ്റ് കൊടുക്കുന്ന വീഡിയോ ഇടാന്നൊരു പ്ലാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. എനിക്കറിയാലേ ഞാനുണ്ടായില്ല. ഞാൻ അത് നോക്കാനും സംസാരിക്കാനും മാത്രമേ ഉണ്ടാകത്തുള്ളൂ. ഇനി ഇവന്മാരെന്തേലും കൂടിയാണ് അതിന്റെ മെയിൻ കേട്ടാ. എന്നെ അതിൽ പിടിച്ച് മെയിൻ ആക്കരുത് കേട്ടല്ല ദേവി. മെയിനാക്കും. ഇതാണ് പ്രശ്നം. നീയാണ് ഞങ്ങളുടെ എല്ലാവരുടെയും പറ്റിയല്ല. ഞാൻ റോബ്ലോക്സിന്റെ മെയിൻ. ഇവന്മാരെ കുറച്ച് കഴിയുമ്പോ എനിക്കായിരിക്കും ഗിഫ്റ്റ് ഒക്കെ തരാൻ പോലെ. എനിക്കറിഞ്ഞു ഇവന്മാർക്ക് ഇത് ഇപ്പഴാണോ പൊട്ടിക്കണേ പടക്കം. നമുക്ക് പൈസ കിട്ടി ഗൈസ്. നമുക്ക് 30 രൂപ കിട്ടി. വണ്ടിയിൽ നിന്ന് ഇറങ്ങുമ്പോ വീഡിയോ നിർത്താം. കഴിഞ്ഞ കഴിഞ്ഞ് ആൾക്കാരെ ഇറക്കി കഴിഞ്ഞ് നമ്മളൊന്ന് ഇറങ്ങിക്കടാ. അടുത്ത ആളെ കേറ്റാൻ. അടുത്ത ആളെ കേട്ടണം. എടാ തോബി മതിയടാ ഇന്ന്. ഈ ട്രിപ്പ് നമുക്ക് അടുത്തോട്ട് എടുക്കാം അല്ലേ. ഗൈസ് ഇത്ര കേട്ടോ നമ്മുടെ എന്താ വീഡിയോ. അപ്പൊ നമുക്ക് ഇനി അടുത്ത നമുക്ക് ഉറപ്പായിട്ട് ഈ വീഡിയോ നമ്മുടെ വീഡിയോ. പിന്നെ ഇതിന്റെ ഇടക്ക് നമ്മളില്ലേ ഒരു വീഡിയോ കൂടെ ഇടും കേട്ടാ. ഈ ബസ് ഒന്ന് അപ്ഗ്രേഡ് ചെയ്യണം. ഈ ബസ് അല്ല മറ്റേ. ഇത്ര നമ്മുടെ വീഡിയോ. ബൈ ഗൈസ്. എല്ലാവർക്കും ബൈ.